നമ്മൾ തമ്മിൽ ചേർന്ന ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യണം, എനിക്ക് പോയതാ ശരി. രാമഭദ്ര, ഇത് മാലുവിന് അറിയില്ല ഞങ്ങളെ എങ്ങനെ അച്ഛൻ വളർത്തിയെന്നും ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്നും. എന്റെ 5ാമത്തെ വയസ്സിലാ അമ്മ മരിക്കുന്നത്. അതിൽ പിന്നെ ഓർമ്മയിലുള്ള എന്റെ അമ്മയല്ലാതെ ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോ മാലു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്കിനി മാലു ഇല്ലാതെ വയ്യ. അതിന് ജീവിക്കാനാണെങ്കിലും ശരി, മരിക്കാനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും മാലു എന്നോടൊപ്പം ഉണ്ടാവൂ. ഞാൻ വിളിച്ച മാലു ഇറങ്ങി വരുമോ? രാമഭദ്ര എപ്പോ വന്ന് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും ആ നിമിഷം ഞാൻ ഇറങ്ങി വരും. പോരെ? പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെ ആയിരുന്നു? വാടി ഇവിടെ, ഇങ്ങോട്ട് വരാൻ. എടിയും മിടുക്കി, നീ അവന് വളച്ചില്ലേ? ഇപ്പോഴാ നീ അച്ഛമ്മയുടെ മോളായത്. ഇപ്പൊ എങ്ങനെയാ നീ പറഞ്ഞ അവൻ പോയി വെട്ടുവോ ആ 500 തല? ആ, ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം, വാ. അങ്ങനെ 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കള് തന്നെ മതി. പൊട്ടട്ടെ പടക്കം, പൊട്ടട്ടെ. മാലു, ഇറങ്ങി വാ മാലു. ഞാൻ സത്യം ചെയ്ത് തന്നതുപോലെ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും വീടുമൊക്കെ ഉപേക്ഷിച്ചാൽ വന്നിരിക്കുക. ഇനി എന്നോട് സത്യം ചെയ്യുന്നതുപോലെ നീ ഇറങ്ങി വാ. ആരത്? ആ 500 മോൻ രാമഭദ്രൻ. പൊടിയകത്ത് എടി കയറി പോകാൻ. ഇതിനകത്ത് എങ്ങനെ നീ കാലുകുത്തിയുണ്ടല്ലോ, പിന്നെ നേരെ ഇവിടെ പോയില്ല. കാലുകുത്തി പോയില്ലേ, ഇനി എനിക്കും നേരെ ചൊവ്വേ പോണമെന്നില്ല. എടാ, നിന്റെ അച്ഛന്റെ ചട്ടപ്പിത്തനെ കൊണ്ട് ഇങ്ങോട്ട് വരരുത്. വേണ്ടടാ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അവൻ എന്താ വേണ്ടത് എന്നോട് ചോദിക്കട്ടെ. വാ മോളെ. എടാ, നീ എന്ത് വിചാരിച്ചിട്ടാ വന്ന് നിൽക്കണത്? നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്നു വിചാരിച്ചോ? എന്നൊന്ന് വിളിച്ചു നോക്കടാ, ഇറങ്ങി വരുമോന്ന്. വിളിച്ചാൽ അവള് വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോ. പറ മോളെ, ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടറി. ഇറങ്ങി വാ മാലു, ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. നീ വന്നാ ഞാൻ കൊണ്ടുപോകും. മാലു, ഞാനാ പറയുന്നത്, ഇറങ്ങി വരാൻ. മാലു, ഇറങ്ങി വരാൻ. മോളെ, മോളെ, എന്ത് കാണിക്കുന്നത്? ഇങ്ങോട്ട് മാറാൻ കൊച്ചേട്ടാ, ഞാൻ പറയുന്നത്. കൊച്ചേട്ടാ, 500 കുടുംബത്തിൽ ആരെങ്കിലും തൊട്ടാൽ കൊന്നത് ഞാൻ. അല്ലെങ്കിൽ ആരെങ്കിലും ശവം പോരാ. ഞാൻ വരുവടാ, ഇനിയും വരുവടാ. അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വന്ന് കൊണ്ടുപോകണോ? തൃപ്തിയായല്ലോ, അമ്മയ്ക്ക് മക്കൾക്കൊപ്പം തൃപ്തിയായല്ലോ.
ഇനി നീ പോകൂ. രാമഭദ്രൻ വന്ന് വിളിച്ച ഞാൻ ഇറങ്ങി പോകൂ, പെണ്ണേ. പോകൂ. അവളെ മര്യാദ പിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് മാറിക്കേ. ഇങ്ങോട്ട് മാറാല്ലേ പറഞ്ഞു. അത് അവർ നോക്കിക്കോളൂ. ഇങ്ങോട്ട് മാറാം. ഹലോ, നീ അകത്തോ? നിങ്ങൾ മാറാല്ലേ എന്നിട്ട് അവളെ തല്ലി ചതയ്ക്കാനോ? മാറാൻ പറയാനോട് മാറാം. പാട്ടി. തൊട്ടുപോലെ തന്നെ എന്താ ഇത്? ചേട്ടനെ വിട്. ഇവിടെ മാറിക്കോട്ടെ. നിങ്ങൾക്ക് തണ്ടു നടി ഉണ്ടെങ്കിൽ അടക്കി നിർത്തണ്ട, ഒതുക്കി നിർത്തണ്ട ഇവളെയല്ല, ഈ അമ്മയാണ്. ഈ അമ്മ ഒറ്റൊരുത്തി അതിനൊക്കെ കാരണക്കാരി. ഹേമ, നീ അകത്തേക്കല്ലേ? ഓമനെ, നീ ഇവനെ വിളിച്ചോണ്ട് പോ. എഴുതി, നീ അവളെ കൂടെ അകത്ത് പോ. വീരൻ നിങ്ങളെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോ അവളെ തല്ലിച്ചതച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ എന്താ പ്രയോജനം? കഴിയുന്നതും വേഗം സ്നേഹം ഭാവിച്ച് അവളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മതിയുടെ തന്നെ ഉപദേശം. ഉപദേശം ഈ കോലത്തിലാക്കില്ല താൻ. ഇനി എന്റെ നേരെ ചാടിക്കോ. തന്റെ ഈ ഒടുക്കത്തെ കുരുട്ടുബുദ്ധിയായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എന്റെ ബുദ്ധി ഉപദേശമൊന്നും അല്ല കുഴപ്പമുണ്ടാക്കിയത്. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാ. അവിടെ ഒരു പെണ്ണ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇവിടുത്തെ പെണ്ണായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മതിയടോ മതി. നടന്നതൊക്കെ നടന്നു. ഇനി എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു തരാം. താൻ എത്രയും പെട്ടെന്ന് അവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു തരണം. കൂടിയ 15 ദിവസം. അതിനുള്ളിൽ എനിക്ക് അവളെ കല്യാണം നടത്തണം. 15 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കനെ ഞാൻ എവിടെ നിന്ന് പിടിച്ചോണ്ട് തരാനാ? എവിടുന്ന് വിളിച്ചോണ്ട് വന്നാലും തിരക്കില്ല. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരണ ഒരുത്തനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മടിച്ചെറുപ്പിൽ ഞാൻ ചെറുക്കന്മാരെ കൊണ്ട് എടുക്കണോ? പറയുമ്പോ എടുത്താൽ കൊണ്ട് നിർത്താൻ. എന്നാ തന്റെ മടിത്തെറുപ്പിലുള്ള ചെറുക്കൻ തന്നെ മതിയെന്ന് അങ്ങോട്ട് വെച്ചാലോ? തന്റെ മോനില്ലേ ആ ബാലകൃഷ്ണൻ ഡോക്ടർ, അയാളായാലും എന്താ കുഴപ്പം? അതെ, എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ആ ചെറുക്കൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ പോയിരിക്കണത്. അവൻ എന്നെയോ മോനെയോ ഒന്നും ചെയ്യില്ല. നിങ്ങളെന്നല്ല, അവൻ ഇനി ആരെയും ഒന്നും ചെയ്യില്ല. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ? ഞങ്ങൾ ചേട്ടാനിമാരെ പലതും ഉണ്ടാവും. അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തള്ളേ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് മുകളിൽ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല. നേരിട്ട് വന്ന് ചെയ്യും. ബാലരാമനാ പറയുന്നേ. സംശയം പട്ടികളെ. നിക്കണവിടെ. നീ എന്താ പറഞ്ഞത്? നിന്റെ അനുജന്റെ മേലും മണ്ണ് നുള്ളിയിട്ട എന്റെ മക്കളുടെ കഴുത്തിൽ തല കാണില്ലെന്ന്. എന്നാ അവന്റെ മേലും മണ്ണല്ലടാ, മാല വീഴാൻ പോണത്, പൂമാല. എടാ, അവൻ എന്തിനാ നടക്കണെന്നറിയാമോ? അച്ഛനോട് വഴക്കിട്ട് വീട് വിട്ടത് എന്തിനാണെന്നറിയാമോ? എന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കാൻ. ഇപ്പൊ നീ വന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ലടാ. അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. സ്വന്തം മകന് 500 നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛൻ നിന്ന് നടത്തി കൊടുക്കടാ. ചെന്ന് പറയണ നിന്റെ അച്ഛനോട്. പറ്റുകിൽ വന്ന് തടയാൻ പറയണ നിന്റെ അച്ഛനോട്. അമ്മ എന്ത് ഭ്രാന്തായി പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ അമ്മ തീരുമാനിച്ചത്? അങ്ങനെ അമ്മ മാത്രം എല്ലാം തീരുമാനിച്ചാൽ മതി. പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ എന്തിനാ? എടാ, ഞാനിത് നടത്താൻ വേണ്ടിട്ട് പറഞ്ഞതാണെന്നാ നിന്റെയൊക്കെ വിചാരം? നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നടത്തും. എങ്കിൽ പിന്നെ അവരോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത്? അതാടാ ഈ അച്ഛമ്മ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നേനെ. ഇനി നിങ്ങൾ നോക്കിക്കോ. ഇവൻ പോയി
അവന്റെ കഥ കഴിച്ചോളൂ. ഇതാരാണ് ഈ നേരത്ത്? അച്ഛനോ മറ്റോ ആണോ? നിന്റെ അച്ഛനും എന്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ്. ഇനി അവരെ തോൽപ്പിക്കണമെന്നോ നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നോ എനിക്കില്ല. എനിക്കെന്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത്. അവൾക്ക് വേണ്ടി നിന്റെ കാല് ഞാൻ പിടിക്കുകയാണ്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വരും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ അവളെ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത്. നീ അവളെ ചതിക്കരുത്. ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളാൻ അമ്മയോട് ആരാ പറഞ്ഞത്? അമ്മ എന്റെ അടുത്ത് കയറാൻ പാടില്ല. നീ പോടാ. എന്നോട് കയറെന്ന് പറയാ നീ ആരടാ? ഇതെന്റെ കുട്ടിയുടെ കല്യാണം, ഞാനിവിടെ കേറൂടാ. അമ്മയുടെ ഉങ്കും ഭാവമൊക്കെ അങ്ങ് വീട്ടില്. കുട്ടി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന 500 മുതലാളിയാ. മുതലാളിയോട് വിരോധവും ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല. മുതലാളി കാര്യവും ഞങ്ങളുടെ അമ്മയാ. പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയെ ഞങ്ങൾക്ക് വലുത്. മുതലാളിയോട് വൈരാഗ്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ, അല്ലേ? അതെ അതെ. ആ കേട്ടല്ലോ, ചേട്ടന്മാര് പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മയ്ക്ക് കല്യാണം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും. ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും. മടിക്കണ്ട, എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത്. കാലം കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ. മാപ്പ് പറയാതെ അമ്മേന്റെ അകത്ത് കയറി പറ്റാന്ന് വിചാരിക്കണ്ട. അപ്പോഴേ മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോയാനാണെങ്കിലും ഒന്ന് വേഗം വേണം. മുഹൂർത്തം ആകാറായി. നിക്കേ ബലരാമ, വേണ്ട. എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി. ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ. ശരിയിരുത്തവരെ. പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല, അവനെയാ. അവനെ ചേട്ടാ, അവൻ ഇതുവരെ വന്നിട്ടില്ല. പേടിച്ചിട്ട് വരാതിരിക്കൂ. ഏയ്, അവൻ വരും, കൃത്യമായിട്ട് വരും. ഇവിടെ കെട്ടു നടക്കുമ്പോ പുറത്ത് വെട്ടു നടക്കും. മുഹൂർത്തായി, മുഹൂർത്തായി. മേളം നോക്കട്ടെ. ഇമാം ധ്വമിന്ദ്രമേഡ്വസ്സുപുത്രാകും ദുപകാം ഗുരം ദശാസ്യാം പുത്രാണാദേഹി പതിമേകാദസംഗ്രഥീ സർവമംഗളമാംഗല്യേ ദ്വേ സർവാർത്ഥദാതകേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. താലി വാങ്ങിക്കേ, താലി വാങ്ങിക്കേ. അവൻ ചേട്ടാ നമ്മള് പിടിക്കണ്ട. 500 പിടിക്കട്ടെ, എന്നിട്ട് അയാളെ മക്കളും തമ്മിൽ തല്ലി ചാകട്ടെ. നമ്മളിൽ ഇടപെടണ്ട. നീരാവട്ടെ, നീരാ. നിങ്ങളുടെ അവിടുത്തെ 500 നിങ്ങളുടെ മകൻ വന്ന് കണ്ടില്ലേ താലി കെട്ടാൻ? കൊല്ലടവനെ കൊല്ല്. വേണ്ട, ആരും വേണ്ട. ഞാനിവിടെ കെട്ടുന്നില്ല. ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവരീ നടന്നെന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ? നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം, അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ. ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനോ അല്ല. മാലു, എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ
എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി. ഇപ്പോ ഞാനായിട്ടും എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല. അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിക്കവിടെ, കെട്ടവിടെ അടുത്ത താലി. അവിടെ അടുത്ത താലി കെട്ടാൻ. ഇല്ല, അച്ഛൻ പറയേണ്ട ഞാൻ കേട്ടില്ല. അച്ഛൻ പറഞ്ഞു, ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. 500 പോലെ കെട്ടാ നീ. അങ്ങോട്ട് മാറാൻ വേണം തുടങ്ങിക്കേ. തുടങ്ങേ നിർത്തരുന്നല്ലേ പറഞ്ഞത്? നിർത്തിയ കൊല്ലി ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. കൊട്ടടാ, എടാ കെട്ടടാ, കെട്ടാനാ പറഞ്ഞത്. ആ നീ കെട്ടുക, താലി കെട്ടിപ്പറിച്ചു. ഇവിടെ കൊണ്ടുവരാ താലി. വിടില്ല. നീ വന്നുണ്ടോ? എങ്ങനെയില്ലെന്ന് ഞാൻ തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. നീ എവിടേക്കാ പോ? ഞാൻ തരില്ല, തരില്ല. ശരിയാ കൂടെ രാമോദ്രോ, രാമോദ്രോ, വേഗം കൊണ്ട് കെട്ടാം. കെട്ട്, ഇവന്റെ കാര്യം ഞാനേറ്റ്. ഇനിയുണ്ടോ തീരാൻ വൈരാഗ്യം ഉള്ളില്? നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചു തരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് അല്പമെങ്കിലും നന്മ വേണം. നന്മ. അച്ഛാ, ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നീ എങ്ങും പോണ്ട. അച്ഛന്റെ കാല് വീഴ. അച്ഛന്റെ കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ. കൊച്ചുമണി വേഗം വന്നേ, വാ. അച്ഛാ, ഞങ്ങൾക്കും കൂടി മാപ്പ് തന്നേക്ക്. മുതലാളി, വീടെത്തി. കേറി വാടാ മക്കളെ, കേറി വാ.